കേരളത്തിലെ അക്രമ സംഭവങ്ങളിൽ ഇ ഡി നേതൃത്വം പിടിമുറുക്കുന്നു. സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഇ ഡി ഡയറക്ടർ രാഹുൽ നവീൻ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടും. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട്. വിഷ്ണു, അങ്ങേയറ്റം അപലപനീയമായ ഒരു സംഭവത്തിൽ എങ്ങനെയാണ് ഇ ഡി നേതൃത്വത്തിന്റെ ഇടപെടൽ വരുന്നത്? ആഭ്യന്തര മന്ത്രാലയം സ്വാഭാവികമായും ഇക്കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് DGP-യിൽ നിന്നും സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുമല്ലോ. എന്തൊക്കെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? പ്രജീഷ്, ദേശീയ രാഷ്ട്രീയത്തിൽ നേതാക്കൾ ഒന്നടങ്കം ഈ ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ ഇ ഡി റെയ്ഡിനെ അപലപിച്ചാണ് രംഗത്തെത്തിയിട്ടുള്ളത്. ഡി രാജ, അരവിന്ദ് കെജ്രിവാൾ, MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിൽ വിമർശനം രേഖപ്പെടുത്തുമ്പോഴും കോൺഗ്രസിന്റെ നേതാക്കളോ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വിശിഷ്യ നമ്മുടെ മുഖ്യമന്ത്രി 5 തവണ മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും നാവനക്കുക മാത്രമല്ല 2 ചുണ്ടുകൾ തമ്മിലൊന്ന് അകറ്റാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നത് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത്. ഏറ്റവും ദുഃഖകരമായ വസ്തുതയാണ്. കാരണം ഇ ഡി റെയ്ഡ് ഒരു വശത്താണെങ്കിൽ മറുവശത്ത് പോലീസിന് ഇതിൽ വന്ന വീഴ്ച ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. ഇന്ന് 2 മന്ത്രിമാരുമായി അദ്ദേഹത്തിന് കൂടിക്കാഴ്ച പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതേസമയം തിരുവനന്തപുരം തലസ്ഥാന നഗരി ഈ രാത്രിയിൽ പോലീസ് കാവലിലാണ്.